ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചന ധ്യാനത്തിനായി ഒരു അവസരം കൂടി ദൈവം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തിമോഥെയോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായമാണ് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയുണ്ടായി. ഇന്ന് 17 മുതൽ ഉള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുന്നതിന് സമയമെടുക്കാം. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, മൂപ്പന്മാർ അല്ലെങ്കിൽ ഇടയന്മാർ, അവരുടെ ശുശ്രൂഷയിലാണ് ഒരു സഭയുണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരുണ്ട്, എന്നാൽ അത്രത്തോളം നന്നായി ഭരിക്കുന്ന മൂപ്പന്മാര് ഉണ്ടാവുകയില്ല. നമുക്കറിയാമല്ലോ, എല്ലാവരുടെയും സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ വ്യത്യസ്തമായതുകൊണ്ട് അതിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. എന്നാൽ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, അപ്പോൾ എന്താണ് ഈ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർ ചെയ്യുന്നത് എന്നുള്ളത് ആണ് ഒരു വിശദീകരണമായിട്ട് പിന്നീട് കൊടുത്തിരിക്കുന്നത്. വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ, അതായത് ദൈവവചനം പഠിപ്പിക്കുന്നതിലും അത് ഉപദേശിക്കുന്നതിലും ആ കൃത്യമായ ഉപദേശത്തിൽ നിൽക്കുക, അത് പഠിപ്പിക്കുക, അങ്ങനെ അതിൽ അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നന്നായി ഭരിക്കുക എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വചനം പഠിക്കുകയും സത്യമായിട്ടുള്ള ഉപദേശം മനസ്സിലാക്കി അത് ദൈവജനത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്ന മൂപ്പന്മാരാണ് നന്നായി ഭരിക്കുന്ന മൂപ്പന്മാര്. അതിൽ അധ്വാനിക്കുന്നവരാണ് നന്നായി ഭരിക്കുന്ന മൂപ്പന്മാര്. അവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണം. നമുക്കറിയാം, എല്ലാവരും അന്യോന്യം ബഹുമാനിക്കേണ്ടവരാണ്. എന്നാൽ അങ്ങനെ ദൈവവചനം പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്ക് അവരെ പ്രത്യേകം മാനിക്കണം എന്നാണ് നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക എന്ന് പറയുന്നതിന്, ഈ മാനിക്കുക, ബഹുമാനിക്കുക എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നാമത്, അത് നമ്മൾ അവരോട് ബഹുമാനപൂർവം ഇടപെടുന്നതാണ്, അതിലൊന്ന്. രണ്ടാമത്തത്, അവർക്ക് ആവശ്യമായ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും നിലയിൽ സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ സഹായം ചെയ്തു കൊടുക്കുന്നത് അവരെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ വരും. അപ്പോൾ അത് രണ്ടും അതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെന്ന് പറയുമ്പോൾ അവര് വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഇന്ന് നമുക്ക് നല്ല മൂപ്പന്മാരാരാണ് എന്ന് ചോദിച്ചാൽ, അങ്ങനെ വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവർ എന്നുള്ള നിലയിൽ അല്ല അതിനെ ആളുകൾ പൊതുവെ കാണുന്നത്. വിശ്വാസികളുടെ എന്ത് ആവശ്യങ്ങൾക്കും, ആടുകളുടെ എന്ത് ആവശ്യങ്ങൾക്കും ഓടി വരുന്നതായ ആളുകളെയാണ് പൊതുവെ അങ്ങനെ നല്ല മൂപ്പന്മാര് എന്ന് ആളുകൾ പറയുന്നത്. അപ്പോൾ അവരുടെ ആ വിശ്വാസികളുടെ ഭൗതിക ജീവിത ആവശ്യങ്ങളിൽ എത്രത്തോളം ഇടപെടുന്നുവോ അത്രത്തോളം ഉള്ള ആളുകളെ നല്ല മൂപ്പന്മാർ അല്ലെങ്കിൽ നന്നായിട്ട് ഭരിക്കുന്ന മൂപ്പന്മാരെന്ന് ഇന്ന് സമൂഹത്തിൽ അങ്ങനെയാണ് അതിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. എന്നാൽ അത് ശരിയല്ല എന്നുള്ളതാണ്. അതിന് അങ്ങനെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ സഹായത്തിന് വേണ്ടിയിട്ടാണ് സഭയിൽ ശുശ്രൂഷകന്മാരും ശുശ്രൂഷക്കാരത്തികളും അല്ലെങ്കിൽ ഡീക്കന്മാര് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ദൈവം വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും നന്മ ചെയ്യുക എന്ന് പറയുന്നത് മൂപ്പന്മാരുൾപ്പെടെ ഡീക്കന്മാരുൾപ്പെടെ സഭയിലെ എല്ലാ വിശ്വാസികളുടെയും ഉത്തരവാദിത്വമാണ്. തമ്മിലും എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്യുക എന്ന് പറയുന്നത്. എന്നാൽ അതില് ഒരു സഭയിൽ നേതൃത്വം കൊടുക്കുന്നത് ഡീക്കന്മാരുടെ നേതൃത്വത്തിലാണ്.
എന്നാൽ ആർക്കും അതിൽ നിന്ന് ഒരു ഒഴിവുകഴിവില്ല, ഒരു വിശ്വാസിക്കും ഒഴിവുകഴിവില്ല എന്ന് പറയുന്നത് പോലെ മൂപ്പന്മാർക്കും അങ്ങനെ നന്മ ചെയ്യുന്നതിൽ നിന്ന് യാതൊരു ഒഴിവുകഴിവും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്നത്തെ സഭകളെ എങ്ങനെയാണ് ഭരിക്കുന്നത്? ഇവിടെ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെന്ന് പറഞ്ഞില്ല. സഭയെ ഭരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ വചനം പഠിപ്പിച്ചും ഉപദേശിച്ചും ഒന്നും ഇന്ന് സഭകളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥ ക്രിസ്തീയ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ദൈവവചനം അല്ല. ദൈവവചനം ഇന്ന് പ്രത്യേകിച്ച് ധാരാളം നമുക്ക് നാനാഭാഗങ്ങളിൽ നിന്ന്, ഈ കാലഘട്ടമായതുകൊണ്ട് നാനാഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനകത്ത് കുറേയൊക്കെ ശരിയുണ്ട്, പിന്നെ ഒത്തിരി വ്യാജങ്ങളുമാണ്. അപ്പോൾ വ്യാജമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ശരിയായിട്ടുള്ളതും അർത്ഥസത്യങ്ങളുമായിട്ടുള്ള ഒത്തിരി വചനം കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ വചനം പഠിപ്പിക്കുന്നതിനും ഉപദേശിക്കുന്നതിനും ഒന്നും മൂപ്പന്മാരുടെ ആവശ്യം ഉണ്ട് എന്ന് വിശ്വാസികൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല, ഒരു വശം. രണ്ടാമത്, ഉപദേശിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള കാര്യത്തിൽ ആളുകൾക്ക് ഇന്നങ്ങനെ ഉപദേശം കേൾക്കുവാനോ ആ ഉപദേശത്തിന് വിധേയപ്പെടുവാനോ ഉള്ള മനസ്സ് പൊതുവെ ഇല്ല. അപ്പോൾ ഈ ദൈവവചനം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകളെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നതായ ഒരു ക്രിസ്തീയ സമൂഹമാണ് ഇന്ന് ലോകത്ത് നമുക്ക് ചുറ്റും എല്ലായിടത്തും കാണുവാനായിട്ടുള്ളത്. അത് ഈ 21-ാം നൂറ്റാണ്ടിൽ വന്നു ചേർന്ന ഏറ്റവും വലിയൊരു ആപത്താണ്. ഇത് ഞാൻ വിചാരിക്കുന്നു അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണവുമാണിത്. കർത്താവിന്റെ വരവിനോടടുത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം സഭകളിൽ പോലും നീതിയും ന്യായവും ഒന്നുമില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ദൈവത്തിനത് പ്രതീക്ഷിക്കുവാനായിട്ടുള്ളത്? അപ്പോൾ പിന്നെ സഭകളെ ഉപദേശത്തിലൂടെ ഒന്നും കൊണ്ടു നടക്കുവാനായിട്ട്, പഠിപ്പിക്കുവാനായിട്ട്, വളർത്തുവാനായിട്ട് കഴിയുകയില്ല. എങ്കിൽ പിന്നെ സഭയെ ഏതെങ്കിലും നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള കുറുക്കുവഴികളാണ് ഈ മൂപ്പന്മാർ അല്ലെങ്കിൽ ഇടയന്മാര് വിശ്വാസികളുടെ ഭൗതിക ആവശ്യങ്ങൾക്കൊക്കെ ഒരു സഹായമൊക്കെ ചെയ്ത് അവരെ കുറിച്ച് താല്പര്യമുള്ളവരാണ് ഞങ്ങൾ എന്നുള്ള നിലയിലുള്ള ഒരു അവസ്ഥയൊക്കെ വരുത്തി അവരെ അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയൊക്കെയാണ് ഇന്ന് പൊതുവിൽ ആളുകൾ സഭയെ നയിക്കുന്നത്. പക്ഷേ സഭയെ നയിക്കേണ്ടത് അങ്ങനെയല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. തൊട്ട് മുമ്പിലത്തെ അധ്യായം നമ്മൾ വായിച്ചപ്പോൾ അവിടെയും തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. തിമോത്തിയോസും ഒരു ചെറുപ്പക്കാരനായ ഒരു മൂപ്പനായിരുന്നു, അല്ലെങ്കിൽ ഒരു പാസ്റ്ററായിരുന്നു. അവിടെയും തന്നോട് പറയുന്നത് വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ്. സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ താളം തെറ്റിയാണ് ഇന്ന് ലോകത്ത് പോകുന്നത് എന്നുള്ളത് എത്രയോ സങ്കടകരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാര് അപ്പോൾ ചെയ്യുന്നത്, അവര് വചനം, ഉപദേശം, വായന, പഠനം, ഉപദേശം, പ്രബോധനം, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അവരെ ഇരട്ടി ബഹുമാനത്തിന് ഇടപെടലുകളിലും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യത്തിലും, സാമ്പത്തികമോ അല്ലാത്തതുമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യത്തിലും ഒക്കെ അവരെ സഹായിക്കുന്നതും ഈ മാനിക്കുക എന്ന് പറയുന്ന പദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതായ കാര്യമാണ്. പിന്നെ ഇന്ന് മൂപ്പന്മാരെ ബഹുമാനിക്കുന്നതിന് തടസ്സമായിട്ടുള്ള മറ്റൊരു കാര്യം, ഈ മൂപ്പന്മാരെ സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കുന്നതായ ഒരു സംവിധാനം ഇന്ന് പല സഭകളിലുമുണ്ട്. അപ്പോൾ ആരാണ് മൂപ്പന്മാരെ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ച് ഞങ്ങൾ തിരഞ്ഞെടുത്ത, ഞങ്ങളെ സേവിക്കേണ്ടതായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിലേക്കാണ് അത് വരുന്നത്. എന്നാൽ മൂപ്പന്മാരെ യഥാർത്ഥത്തിൽ ഒരു സഭയുടെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ആ കൃപാവരവും ഒക്കെ കൊടുത്തിട്ടുള്ളതായ ആളുകളെ യഥാർത്ഥത്തിൽ സഭ അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അവരെ അപ്പോയിന്റ് ചെയ്യുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പഞ്ചായത്തിലേക്കോ അസംബ്ലിയിലേക്കോ
പാർലമെന്റിലേക്കും ഒക്കെ നമ്മൾ എലക്ട് ചെയ്യുന്നത് പോലെ ഭൂരിപക്ഷ പ്രകാരം എലക്ട് ചെയ്യുന്ന ഒരു രീതി അല്ല ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മൂപ്പൻ എന്ന് പറയുന്ന ആള് സാധാരണഗതിയിൽ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ, സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ സഭയെ നയിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള മൂപ്പന്മാര് സഭയെ നയിക്കുമ്പോൾ വിശ്വാസികളുടെ താല്പര്യം എന്ത് എന്നുള്ളതാണ് അവിടെ നയിക്കുന്ന മൂപ്പന്മാരുടെ താല്പര്യം എന്ന് പറയുന്നത്. അതല്ലാതെ ദൈവികമായിട്ടുള്ള ആത്മീകമായിട്ടുള്ള താല്പര്യങ്ങളല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്ന് ഞാൻ പൊതുവെ സഭകളിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് അതിന്റെ ഒരു വശം. രണ്ടാമത്, മൂപ്പന്മാരെ സഭയിൽ ആരും അറിയാതെ, സഭയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ പുറത്തുനിന്ന് എവിടുന്നെങ്കിലും വന്ന് സഭയിൽ ഇരുന്ന് ഒരു 2-3 വർഷം ഇരുന്നതിന് ശേഷം അവിടെ നിന്ന് മാറിപ്പോകുന്നതാണ് മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത്. അതും ദൈവവചന പ്രകാരമുള്ളതായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ മൂപ്പന്മാരെ ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം എലക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ പുറത്ത് എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് സഭയുടെ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്, ഇത് രണ്ടും ദൈവവചന പ്രകാരമുള്ള ഒരു ക്രമീകരണമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇടയന്മാർക്ക് ബഹുമാനം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു പരിധിവരെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പ്രസ്ഥാനത്തെ കൊണ്ടു നടക്കുക എന്നുള്ളത് പോലെ ഒരു സഭയെ കൊണ്ടു നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ആത്മീകമായിട്ടുള്ള യാതൊരു കാഴ്ചപ്പാടുകളോ പുരോഗതിയോ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നതായിട്ടുള്ള പരിപാടിയോ ഒന്നും അങ്ങനെയുള്ള സഭകളിൽ നടക്കുകയില്ല എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണമെന്ന് പറയുമ്പോൾ അതിന് തടസ്സമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇന്ന് സഭകളിലുണ്ട്. മറ്റൊരു കാര്യം, മൂപ്പന്മാർക്ക് ദൈവവചനത്തിൽ വളരെ കൃത്യമായിട്ടുള്ള യോഗ്യതകൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു നല്ല സഭയിൽ നല്ല മൂപ്പന്മാരുള്ള, നല്ല നേതൃത്വമുള്ള ഒരു സഭയിൽ മാത്രമേ അതുപോലെ ആത്മീകരായ നേതൃത്വ ഗുണമുള്ള ആളുകൾ വളർന്നു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ചും നല്ല നേതൃത്വങ്ങളുടെ അഭാവം സഭകളിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയിലും നല്ല നല്ല ഇടയന്മാർ വളർന്നു വരുന്നില്ല എന്നുള്ളത് അതും സങ്കടകരമായ മറ്റൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ മൂപ്പന്മാർ വേണമെങ്കിൽ പിന്നെ ആരെയെങ്കിലും ആക്കാം. അതിന് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അവരുടെ പ്രായമോ അവരുടെ സ്വാധീനമോ അവരുടെ പ്രസംഗപാഠമോ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് മൂപ്പന്മാരെ നിയമിക്കുന്നതിൽ ആധാരമായിരിക്കുന്നത്. മിക്കവാറും പല സഭകളിലും, മറ്റു പല സഭകളിൽ അവരെ ഒരു ബൈബിൾ കോളേജിലോ സെമിനാരിയിലോ പോയി അവരെടുക്കുന്നതായ ഒരു ഡിഗ്രിയും ഒക്കെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ സഭാ ശുശ്രൂഷയ്ക്കുള്ള യോഗ്യതയായി കണക്കാക്കുന്നത്. ഇതെല്ലാം ബൈബിൾ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ സഭകളെന്ന് അവകാശപ്പെടുന്നതായി ഇന്ന് നാം നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ സഭകളിലും തന്നെ കാര്യങ്ങളുടെ പോക്ക് ഈ ഒരു നിലയിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതൊക്കെ ഞാൻ വിചാരിക്കുന്നു സഭകളുടെ അധപതനവും ഒക്കെ കർത്താവിന്റെ വരവിനോടടുത്ത് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള വിശ്വാസത്യാഗത്തിന്റെ ഒരു ഫലമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. 18-ാമത്തെ വാക്യത്തിൽ മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്നും ഉണ്ടല്ലോ. അത് ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണം എന്ന് പറഞ്ഞതിന്റെ ബാക്കിയായിട്ടാണ് അവിടെ അത് എഴുതിയിരിക്കുന്നത്. വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. അപ്പോൾ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർ, അധ്വാനിക്കുന്നവർ, സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, അവരും അവരുടെ കൂലിക്ക് യോഗ്യരാണ്. അതുകൊണ്ട് അവർക്ക് ആ കൂലി കൊടുക്കാതിരിക്കരുത് എന്നാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന്റെ ഒരു വശമാണ്. അതിനൊരു മറുവശം കൂടിയുണ്ട്. അങ്ങനെ ജീവിതമാർഗം സ്വന്തമായിട്ടുള്ളവർക്കോ അതല്ല എങ്കിൽ അതിന് സാധ്യതയുള്ളവർക്കോ അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് അധികാരമുണ്ടെങ്കിലും ഞാനത് വാങ്ങിക്കുന്നില്ല, അത് പ്രയോജനമുള്ളതല്ല
നമുക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പ്രയോജനമുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലൊക്കെ ശുശ്രൂഷ ചെയ്ത കാലഘട്ടത്തിൽ കൊരിന്തിൽ നിന്ന് ഒരു പൈസ പോലും പൗലോസ് അപ്പോസ്തലൻ വാങ്ങിച്ചില്ല. തനിക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്, പക്ഷെ വാങ്ങിച്ചില്ല. അപ്പോൾ അവകാശവും അധികാരവും ഉണ്ട് എന്നുള്ളത് കൊണ്ട് വാങ്ങിച്ചിരിക്കണം, കൊടുത്തിരിക്കണം എന്നുള്ളതായിട്ടൊരു നിയമമില്ല. അതല്ല അതിന്റെ വഴി എന്ന് പറയുന്നത്. മറിച്ച് അത് ആ സഭയിൽ പ്രത്യേക സാഹചര്യത്തിൽ അത് പ്രയോജനകരമാണോ എന്നുള്ളതും കൂടെ നോക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ തന്നെ എഫെസോസിലെ സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് അവരോട് സംസാരിക്കുമ്പോൾ, ഞാൻ ആരുടെയും പൊന്നോ വെള്ളിയോ വസ്ത്രമോ മോഹിച്ചിട്ടില്ല, ഞാൻ എൻ്റെ കൈകളാൽ അധ്വാനിച്ച് എനിക്കും കൂടെയുള്ളവർക്കും വേണ്ടി അധ്വാനിച്ചു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അത് നിങ്ങൾക്ക് മാതൃക കാണിച്ചു തരേണ്ടതിനാണ് എന്നാണ്. അപ്പോൾ വിശ്വാസികൾ അധ്വാനിച്ച് ജീവിക്കണം എന്ന് അവരെ ഉപദേശിക്കുമ്പോൾ, അങ്ങനെ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ഇടയനാണെങ്കിൽ അത് ആളുകൾക്ക് മനസ്സിലാക്കുവാനായിട്ട് എളുപ്പമുണ്ട്. അതല്ല എങ്കിൽ ഒരുപക്ഷെ അനാത്മികര്, സഭകളിൽ മിക്കവാറും ഒക്കെ ജഡികരായിട്ടുള്ള ആളുകളും പ്രാകൃതരായിട്ടുള്ള ആളുകളും ഒക്കെ സഭയിൽ കാണും. അവരൊക്കെ അങ്ങനെ സഭാ ശുശ്രൂഷകന്റെ നേരെ നോക്കി, നിങ്ങളങ്ങനെ ഒന്നും അധ്വാനിക്കാതെ ജീവിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ഇവരിത് എങ്ങനെ പഠിപ്പിക്കാനായിട്ട് കഴിയുമെന്നൊക്കെ ചോദിച്ചാൽ അത് ഒക്കെ സഭയിലെ ശുശ്രൂഷയ്ക്ക് തടസ്സങ്ങളാണ്. അതുകൊണ്ട് ദൈവനാമ മഹത്വവും സഭാ ശുശ്രൂഷ ക്രമമായും ഭംഗിയായും പോകുന്നതിന് പ്രയോജനകരമാണോ അല്ലയോ എന്നുള്ളതാണ് അവകാശമുണ്ടോ അധികാരമുണ്ടോ എന്നുള്ളതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം എന്ന് ഞാൻ ദൈവജനത്തിന്റെ പൊതുവായിട്ടുള്ള പ്രമാണങ്ങളെ നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 19ാമത് വാക്യത്തിൽ 2-3 സാക്ഷികൾ മുഖേന അല്ലാതെ ഒരു മൂപ്പന് നേരെ അന്യായം എടുക്കരുത്. അപ്പോൾ ഒരു മൂപ്പനെ നിയോഗിച്ചാൽ ആ മൂപ്പന്റെ നേരെ എന്തെങ്കിലും അന്യായം എടുക്കണമെങ്കിൽ 2-3 സാക്ഷികൾ ഉണ്ടാവണം. അല്ലാതെ എന്തെങ്കിലും കേട്ടുകേൾവിയുടെയോ തെളിവില്ലാത്തതോ ആയ യാതൊരു പരിപാടിയും ഒരു മൂപ്പന് നേരെ അന്യായം എടുക്കുവാനായിട്ട് പാടില്ല. ഒരിക്കൽ സഭയുടെ ഒരു മൂപ്പനായാൽ അവരുടെ യോഗ്യതയ്ക്ക് നിരക്കാത്തതായിട്ടുള്ള എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ കണ്ടാൽ അത് യഥാർത്ഥത്തിൽ അത് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂപ്പന്മാരുടെ യോഗ്യതകൾ ഉണ്ട്, അതിൽ വളരുകയും ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ആളുകളെ നിയോഗിക്കുവാനായിട്ട് പാടുള്ളൂ എന്നുള്ളതും നമുക്ക് പ്രാഥമികമായിട്ട് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് പുതിയ ശിഷ്യൻ അരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ പ്രാധാന്യം ഇവിടെയുണ്ട്. പുതിയ ശിഷ്യന്മാരാണെങ്കിൽ അവർ അത്യുത്സാഹികളാണെങ്കിലും അവർക്ക് തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് പുതിയ ശിഷ്യന്മാരെ ഒരിക്കലും മൂപ്പന്മാരാക്കുവാനായിട്ട് പാടില്ല. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കുക. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കുക. ഇത് മൂപ്പന്മാരെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നതിന് തൊട്ട് താഴെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് മൂപ്പന്മാരെ കുറിച്ചായിരിക്കണം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ അത് ഒരു പൊതു പ്രമാണമാണ്. എന്നാൽ ഏതെങ്കിലും ഒരാൾ ഒരു പാപത്തിൽ അകപ്പെട്ടാൽ അതെല്ലാം പരസ്യമായി അത് സഭയിൽ കൊണ്ടുവന്ന് ശാസിക്കണോ എന്ന് ചോദിച്ചാൽ അതിനും പ്രമാണങ്ങളുണ്ട്. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തില് 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീയും അവനും മാത്രമുള്ളപ്പോൾ അവന് പാപം ബോധം വരുത്തുക എന്നാണ്. അപ്പോൾ അവിടെ നീയും അവനും മാത്രമുള്ളപ്പോൾ അവന് ബോധം വരുത്തുക എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കെല്ലാം ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കണം എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ചേർന്ന് പോകുന്നത് എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. അതിന്റെ പ്രമാണം എന്ന് പറയുന്നത് പരസ്യമായിരിക്കുന്ന പാപങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവസഭയിലെ ആളുകൾ അറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ സമൂഹം അറിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പാപങ്ങളാണെങ്കിൽ അത് പരസ്യമായി തന്നെ തിരുത്തേണ്ടതും ശാസിക്കേണ്ടതുമായിട്ടുള്ള ആവശ്യമുണ്ട്. പരസ്യമായ ഒരു തെറ്റിനെ രഹസ്യമായി തീർക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ബൈബിളിൽ ഇല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരാൾ പരസ്യമായ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളെ സഭയിൽ പരസ്യമായി ശാസിക്കണം എന്ന് തന്നെയാണ് പ്രമാണം.
എന്നാൽ നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ അവിടെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഒരു കുറ്റം ചെയ്തയാളും രണ്ട് കുറ്റം അനുഭവിച്ചയാളും. അതിനെ സഭയുടെ തലത്തിലേക്ക് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ അന്യായമാണ്. അത് കൊണ്ടുവരാനായിട്ട് പാടില്ല. എന്നാൽ ഇന്ന് സഭകളിൽ പലപ്പോഴും നടക്കുന്നത് വ്യക്തികൾ തമ്മിലുള്ളതായ ചെറിയ പ്രശ്നങ്ങൾ അവർ സഭയിൽ കൊണ്ടുവരും. സഭയിൽ പൊതുവിൽ അറിയപ്പെടുന്നതായ തെറ്റിപ്പോയതായിട്ടുള്ള ആളുകളെ അവർ രഹസ്യമായി അവര് അതിനെ കൈകാര്യം ചെയ്യും. ഇത് രണ്ടും ശരിയല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും രണ്ടുപേർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഏറ്റവും കുറഞ്ഞ ആളുകൾ മാത്രമേ അത് അറിയുവാനായിട്ട് പാടുള്ളൂ. അത് പരമാവധി ആളുകൾ അറിയാതെ അത് പരിഹരിക്കുകയാണ് വേണ്ടത്. ആത്മീയരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവര് തെറ്റ് പറ്റുക എന്ന് പറയുന്നത് സ്വാഭാവികമാണല്ലോ. ആർക്കാണെങ്കിലും തെറ്റ് പറ്റുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സഹോദരനൊരു തെറ്റ് ചെയ്താൽ സഹോദരൻ ചെയ്തത് ശരിയല്ലല്ലോ, തെറ്റിപ്പോയല്ലോ എന്ന് പറയുമ്പോൾ ഒരു ആത്മീയനാണെങ്കിൽ സഹോദരൻ എനിക്ക് തെറ്റിപ്പോയി, ഞാനങ്ങനെ പറയരുതായിരുന്നു എന്ന് അപ്പോൾ തന്നെ പറഞ്ഞ് ആ പ്രശ്നം അവിടെ അവസാനിക്കും. അങ്ങനെ അവസാനിച്ച പ്രശ്നം പിന്നെ മറ്റാരോടും പറയുവാനോ വേറൊരു വേദിയിലേക്ക് കൊണ്ടുവരാനോ അനുവാദമില്ല. ഇനി അഥവാ അങ്ങനെ സമ്മതിക്കുന്നില്ല എങ്കിൽ ഒന്ന് രണ്ട് പേരെ കൂട്ടിക്കൊണ്ട് ആ സഹോദരനെ കാണുക എന്നാണ് നാം മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്. അപ്പോഴും അത് പരമാവധി ആളുകൾ അറിയാതെ ഇരിക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് പ്രമാണമായിട്ട് കാണാൻ കഴിയുന്നത്. അങ്ങനെ 2-3 പേരെ കൂട്ടിക്കൊണ്ട് പോയി സംസാരിച്ചു. അവരെയും കൂട്ടാക്കാതെ വന്നാലാണ് അത് സഭയുടെ തലത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതായ പ്രശ്നം പരമാവധി അത് മൂന്നാമതൊരാൾ അറിയാതെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി രണ്ടുപേർക്ക് തമ്മിൽ പരിഹരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ 1-2 പേരെ പിന്നെ അത് അറിയാനായിട്ട് പാടുള്ളൂ. അങ്ങനെ 4 പേരറിഞ്ഞ് അത് തീർക്കുവാനായിട്ട് ശ്രമിക്കണം. അതും കഴിയുന്നില്ല എങ്കിൽ അവിടെ 2-3 സാക്ഷികൾ എന്ന് നമ്മൾ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 2-3 സാക്ഷികൾ. ഈ സാക്ഷികൾക്ക് വേണ്ടിയിട്ടാണ് 2-3 പേരെ കൂട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ 2-3 പേരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ ബോധം വരുത്താൻ നോക്കിയിട്ടും സമ്മതിക്കുന്നില്ല എങ്കിൽ കാര്യം സഭയുടെ തലത്തിലേക്ക് കൊണ്ടുവരികയും സഭയിൽ ആ കാര്യം അവതരിപ്പിച്ച് സഭയെയും കൂട്ടാക്കാതെ വന്നാൽ ഒരു പുറജാതിക്കാരനെ പോലെ തള്ളിക്കളഞ്ഞേക്കാനാണ് വചനത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത്. സഭയ്ക്ക് വിധേയപ്പെടാനും തിരുത്തലിന് വിധേയപ്പെടാനും കഴിയാത്തതായ, താല്പര്യമില്ലാത്തതായിട്ടുള്ള, സഭയ്ക്ക് വിധേയപ്പെടാനോ തിരുത്തലിന് വിധേയപ്പെടാനോ മനസ്സില്ലാത്തതായിട്ടുള്ള ഒരാളും ഒരു സഭയിൽ നിൽക്കുക എന്ന് പറയുന്നത് യോഗ്യമായിട്ടുള്ള കാര്യമല്ല. അത് പക്ഷെ ഇന്ന് നമ്മൾ സഭകൾ എന്ന് പറയുന്നതായിട്ടുള്ള കൂട്ടങ്ങളിലൊക്കെ നോക്കിയാൽ ആർക്കും വിധേയപ്പെടാൻ മനസ്സില്ലാത്ത ആളുകളുടെ ഒരു കൂട്ടമാണ് ഇന്നത്തെ മിക്കവാറും സഭകളെല്ലാം. മിക്കവാറും സഭകളിലെല്ലാം ഒരു 10-40 അംഗങ്ങൾ ഉണ്ടെങ്കിൽ 2-3 ഗ്രൂപ്പുകൾ കാണും. ഈ ഗ്രൂപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വൈരാഗ്യത്തോടു കൂടിയുള്ള നിലയായിരിക്കും അവർക്കുണ്ടായിരിക്കുക. ഇവരുടെ എല്ലാം ശത്രുവായിരിക്കും അവിടെ ഒരു മൂപ്പന്മാരുണ്ടെങ്കിൽ അവർ. അങ്ങനെ ആരും ആർക്കും വിധേയപ്പെടാത്ത, ആര് പറഞ്ഞാലും മനസ്സിലാക്കാനോ തിരുത്താനോ തയ്യാറില്ലാത്തതായിട്ടുള്ള ആളുകളുടെ കൂട്ടമാണ് ഇന്ന് സഭകളിലുള്ളത്. അങ്ങനെയുള്ള സഭകളെ സംബന്ധിച്ചിടത്തോളം തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അവരെ വിട്ടൊഴിഞ്ഞു പോരാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള സഭകളെ ഒന്നും നന്നാക്കുവാനായിട്ട് കഴിയുകയില്ല. അവരെ വിട്ട് ഒഴിയുക. അതിൽ ഒരുപക്ഷെ വളരെ ന്യൂനപക്ഷമായിരിക്കും ദൈവഭയമുള്ള ആളുകൾ. അപ്പോൾ പുറത്താക്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവഭയമുള്ള ആളെ ആയിരിക്കും ബാക്കിയുള്ള എല്ലാവരും കൂടെ പുറത്താക്കുക. അതുകൊണ്ട് അവരെ വിട്ട് ഒഴിയുക എന്നുള്ളതാണ് പ്രമാണം. സഭയിലെ ബഹുഭൂരിപക്ഷം ആളുകളും ദൈവഭയമില്ലാതെ, സഹോദര സ്നേഹമില്ലാതെ, ഒരു തിരുത്തലിന് വിധേയപ്പെടാതെ, ആർക്കും വിധേയപ്പെടാത്ത ആളുകളാണെങ്കിൽ അത്തരം സഭകളിൽ നിന്ന് ഒഴിഞ്ഞു പോരുന്നതാണ് ഏറ്റവും ദൈവവചന പ്രകാരം ശരിയായിട്ടുള്ള കാര്യം. എന്നാൽ പരസ്യമായ തെറ്റുകൾ സമൂഹത്തിലും അതുപോലെ തന്നെ സഭയിലും പരസ്യമായിട്ടുള്ള തെറ്റുകൾ ആരെങ്കിലും ചെയ്താൽ അത് സഭയിൽ പരസ്യമായി തന്നെ ആ തെറ്റ് അവരെ ബോധ്യപ്പെടുത്തുകയും മറ്റാരും അങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കേണ്ടതിന് അതിനെ പരസ്യമായി ശാസിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ദൈവവചനത്തിലെ പ്രമാണം. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുക,
നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണം. എന്ന് വെച്ചാൽ ഈ കാര്യത്തിൽ നീ ഒരാളുടെ മുഖപക്ഷം നോക്കരുത്. ഒരാൾക്കും നീ അനുകൂലമായിട്ടോ ഒരാൾക്കും നീ പ്രതികൂലമായിട്ടോ യാതൊരു പരിഗണനയും ഈ കാര്യത്തിൽ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ശരിക്കും യഥാർത്ഥത്തിൽ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കൊരല്പം ഭയം തോന്നും. നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുവേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയായി നിന്നോട് കൽപ്പിക്കുന്നു. ഈ കാര്യത്തിൽ യാതൊരു വക വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്ന് യഥാർത്ഥത്തിൽ പിതാവായ ദൈവത്തെയും കർത്താവായ യേശു ക്രിസ്തുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി തിമോത്തിയോസിന് ഒരു ഓർഡർ കൊടുക്കുക ചെയ്യുന്നത്, കൽപ്പന കൊടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് സഭയൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയും, അതുകൊണ്ട് പരമാവധി ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ എന്നൊന്നുള്ള ആലോചനയല്ല, അഭിപ്രായമല്ല, ഉപദേശമല്ല, മറിച്ച് കൽപ്പനയാണ്. പ്രിയമുള്ളവരെ, ഒരു വിട്ടുവീഴ്ചയും ദൈവാത്മാവ് ഈ മേഖലകളിൽ ഒന്നും അനുവദിക്കുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഏതെങ്കിലും നിലയിൽ പക്ഷപാതമായിട്ട് ഏതെങ്കിലും ആളുടെ തെറ്റിനെ അകാരണമായിട്ട് പറഞ്ഞു വരുത്തുകയോ ആവശ്യമില്ലാതെ ഒളിച്ചു വെക്കുകയോ ചെയ്യാനായിട്ട് പാടില്ല. 2-3 സാക്ഷികളില്ലാതെ മൂപ്പനെതിരെ മാത്രമല്ല സഭയിൽ ഒരാൾക്കെതിരെ ഒരു ശിക്ഷണ നടപടി എടുക്കുമ്പോൾ 2-3 സാക്ഷികൾ ഉണ്ടാകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഈ കാര്യങ്ങളിലൊന്നും യാതൊരു വക വെള്ളം ചേർക്കലും നമുക്ക് നടത്തുവാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണം, അവരെ ബഹുമാനിക്കണം എന്ന് പറയുന്ന കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാനായിട്ട് ആവശ്യമില്ല. ഇതൊക്കെ വളരെ ദൈവജനത്തിന്റെ കൽപ്പനകളാണ്. നമുക്കറിയാമല്ലോ, ഒരു പ്രസ്ഥാനത്തെയും നയിക്കുന്നതായിട്ടുള്ള ആളുകളോട് ബഹുമാനമോ സ്നേഹമോ അനുസരണമോ ഇല്ല എങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനവും നിലനിൽക്കുകയില്ല. നമുക്കറിയാം, ധാരാളം സംഘടനകളും ഈവൻ നമ്മുടെ രാജ്യത്തെ പോലും നോക്കിയാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളോട് നമ്മൾ അനുസരണമില്ല എങ്കിൽ നമ്മളുടെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് എതിരെ, ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥകൾ അംഗീകരിക്കുന്ന നിലയിലൊക്കെ നമുക്ക് അവരോട് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതിനപ്പുറം നമ്മൾ കടന്നാൽ നമ്മൾ കുറ്റവാളികളാകും. ഈവൻ നമ്മുടെ പൗരത്വം പോലും റദ്ദാക്കാനായിട്ടുള്ള ഒരു അനുവാദം നമ്മുടെ ഭരണഘടനയിൽ ഉണ്ട് എന്നുള്ളതാണ്. പൗരത്വം പോലും റദ്ദാക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു പ്രസ്ഥാനവും അതിനകത്ത് നയിക്കുന്ന ആളുകളോടുള്ള ബഹുമാനമോ സ്നേഹമോ അനുസരണമോ ഇല്ല എങ്കിൽ നിലനിൽക്കുകയില്ല. അത് സഭയിലും അത് ശരിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് സഭകളൊക്കെ കുത്തഴിഞ്ഞു പോയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അങ്ങനെയുള്ളതായിട്ടുള്ള ബഹുമാനമൊന്നും അങ്ങനെ നയിക്കുന്നവരോടില്ല, തമ്മിലുമില്ല. നയിക്കുന്നവരോട് മാത്രമല്ല, നയിക്കുന്നവരോട് മാത്രമുള്ള ഒരു ബഹുമാനവും പിന്നെ പരസ്പര ബഹുമാനം ഇല്ലാതെ വന്നാലും അതും ശരിയല്ല. എല്ലാവരും ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ എന്നുള്ളതാണ്. എല്ലാവരും എല്ലാവരെയും ബഹുമാനിക്കണം, മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം, ഒരേ ഹൃദയമായി, ഒരേ മനസ്സായി, ഒരേ ഭാവമായി, ഒരേ അഭിപ്രായമുള്ളവരായിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെയാണ് ദൈവസഭ പോകേണ്ടത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. സഭയിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്? പൗലോസ് അപ്പോസ്തലൻ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതുന്നത്? താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടതിന് എങ്ങനെയെന്ന് അറിയേണ്ടതിന് ഇത് എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതുന്നത്. 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളാണ്. അപ്പോൾ ദൈവസഭയിൽ നമുക്ക് തോന്നിയതുപോലെ നടക്കുവാനായിട്ട് കഴിയില്ല. ദൈവികമായിട്ടുള്ള പ്രമാണങ്ങൾ ഒരു ദൈവസഭയുടെ എല്ലാ മേഖലകളിലും
അതിന്റെ ഭരണ മേഖലകളിലാണെങ്കിലും അതിന്റെ എല്ലാ മേഖലകളിലും പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ പോയാൽ ദൈവത്തിൻ്റെതായിട്ടുള്ള കൃപയും അങ്ങനെയുള്ള സഭകളെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ടും കഴിയുകയുള്ളൂ. ഇതൊക്കെയും മനസ്സിലാക്കി നമുക്ക് ദൈവസന്നിധിയിൽ ഭയത്തോടെ വരുന്ന കാലങ്ങളിൽ ജീവിക്കാം. ഇന്ന് ലോകത്തിൽ നമ്മുടെ ചുറ്റും കാണുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു സഭയെപ്പോലെ നാം ആയിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരു സഭയായിട്ട് നിലനിൽക്കുന്നതിൽ ദൈവത്തിന് യാതൊരു വക മഹത്വവുമില്ല, നമുക്ക് യാതൊരു വക പ്രയോജനവുമില്ല. ദൈവത്തിന്റെ വചനം ഈ നിലയിൽ ഏറെ പഠിക്കുന്നവരായിട്ടുള്ള നാം ദൈവസഭയെ കർത്താവിന്റെ ആലയമാണ്, ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് എന്നുള്ളത് മനസ്സിലാക്കി പൂർണ്ണ ഗൗരവത്തോടെ, അർഹിക്കുന്ന ഗൗരവത്തോടെ ദൈവത്തെ നാം എങ്ങനെ കാണുന്നുവോ അതേ ഗൗരവത്തോടെ ദൈവത്തിന്റെ കർത്താവിനെ നാം എത്ര ഗൗരവത്തോടെ കാണുന്നുവോ കർത്താവിന്റെ മണവാട്ടിയായ സഭയെയും ആ ഗൗരവത്തോടെ തന്നെ നാം കാണേണ്ടത് ആവശ്യമാണ്. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.